ഇന്ത്യ US വ്യാപാര കരാറിന്മേൽ ചർച്ച ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷത്തിന്റെ ബഹളത്തെ തുടർന്ന് പിരിഞ്ഞ ലോക്സഭ ഉച്ചയ്ക്ക് 12 മണിക്ക് പുനരാരംഭിക്കാൻ പോവുകയാണ്. ഇന്ത്യ US വ്യാപാര കരാറിനെ കുറിച്ച് വിശദമായിട്ടുള്ള ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് MP മനീഷ് തിവാരി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. സഭ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്തത് കോൺഗ്രസ് നേതാവായിട്ടുള്ള KC വേണുഗോപാൽ MP ഉന്നയിച്ചു. പക്ഷേ സഭാധ്യക്ഷൻ ചോദ്യോത്തരവേളയുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഇതോടുകൂടി പ്രതിപക്ഷ MPമാരെല്ലാവരും നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാറിൽ പ്രധാനമന്ത്രിയെ വിറ്റു എന്നാരോപിച്ചാണ് പ്രതിപക്ഷം പ്ലക്കാർഡുകൾ ഉയർത്തിയത്. പാർലമെന്റിന് പുറത്ത് മഗർദ്വാറിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട MPമാരുടെ പ്രതിഷേധവും തുടരുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഓർക്കേണ്ടത്, ഇന്ത്യയുമായിട്ട് വ്യാപാര കരാർ ആയി എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണ് അക്കാര്യം സ്ഥിരീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായത്. അതുമായി ബന്ധപ്പെട്ട് വലിയ അസ്വാഭാവികമായ രീതിയിലുള്ളൊരു മൗനം പാലിച്ചതിനെതിരെ ഇന്നലെ തന്നെ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിയിരുന്നു. പാർലമെൻറ്റ് ഇന്നലെ ചേർന്നെങ്കിലും ട്രംപ് പറഞ്ഞത് ശരിയെന്നോ തെറ്റെന്നോ വിശദീകരിക്കാൻ കേന്ദ്ര വാണിജ്യമന്ത്രിയായിട്ടുള്ള പീയൂഷ് ഗോയൽ തയ്യാറാകാതിരുന്നത് ഇന്നലെ പാർലമെൻറ്റിൽ വലിയ രീതിയിലുള്ള പ്രക്ഷുബ്ധരംഗങ്ങൾക്കിടയാക്കിയിരുന്നു. എന്ന് മാത്രമല്ല, പാർലമെൻറ്റിൽ അതിനെക്കുറിച്ച് ഒന്നും മിണ്ടാതിരുന്ന കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ വൈകിട്ട് ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടാണ് ആ കാര്യം സ്ഥിരീകരിച്ചത്. അതേസമയം ഈ വ്യാപാര കരാർ സംബന്ധിച്ചിട്ട് ഇരു രാജ്യങ്ങളും ഒരുപക്ഷേ ഈ ആഴ്ച സംയുക്തമായിട്ടുള്ളൊരു പ്രസ്താവന നടത്താൻ സാധ്യതയുണ്ട്. ഈ വാണിജ്യ കരാറിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇരു രാജ്യങ്ങളും അറിയിക്കുമെന്നാണ് ഇന്നലെ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചിട്ടുള്ളത്. അമേരിക്ക ഇന്ത്യക്കുള്ള നികുതി 18% കുറച്ചതുകൊണ്ടാണ് അവരാദ്യം കരാർ പ്രഖ്യാപിച്ചത് എന്നാണ് ഇന്നലെ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറയുകയുണ്ടായത്. പക്ഷേ US ഉൽപ്പന്നങ്ങൾക്കുള്ള ഇന്ത്യൻ തീരുവ 0 ട്രംപിൻ്റെ പ്രസ്താവനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അക്ഷരം മിണ്ടിയില്ല എന്ന് മാത്രമല്ല, അതിൽ വ്യക്തത വരുത്തുകയും ചെയ്തില്ല. മാധ്യമപ്രവർത്തകർക്ക് ചോദ്യം ചോദിക്കാനും അവസരം അനുവദിക്കുകയുണ്ടായില്ല. ഇപ്പോൾ ഊർജം, അതേപോലെ കാർഷികോൽപ്പന്നങ്ങൾ, കൽക്കരി അടക്കമുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ, സാങ്കേതിക വിദ്യ, ഇതൊക്കെ 0 നികുതിയോടെ ഇന്ത്യ വാങ്ങുമെന്നാണ് ട്രംപിൻ്റെ വാദം. ഈ കരാറ് രാജ്യത്തെ കാർഷിക മേഖലയുടേതടക്കം അടിവേരിളക്കാൻ ഇടയാക്കുമെന്നുള്ള വലിയൊരു ആശങ്കയുണ്ട്. ആ ആശങ്കയ്ക്കിടെയാണ് ഇന്നലെ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ വാർത്താ സമ്മേളനം വിളിച്ചത്. ഇന്ത്യക്ക് വലിയ നല്ല ഒരു കരാർ ലഭിച്ചുവെന്ന് ആണ് ആദ്യം പറഞ്ഞത് ഗോയൽ. പാർലമെൻറ്റിൽ ഇക്കാര്യം വിശദീകരിക്കാതിരുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ അത് പ്രതിപക്ഷം ബഹളം വച്ചത് മൂലമാണ് എന്നുള്ളൊരു അസംബന്ധ ന്യായവും ഇന്നലെ കേന്ദ്ര വാണിജ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഈ വാർത്താ സമ്മേളനത്തിൽ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പൂർണ്ണമായിട്ടും കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഈ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും പ്രതിപക്ഷത്തെയും ഒക്കെ കുറ്റപ്പെടുത്താനാണ് ശ്രമിച്ചത് എന്നുള്ളതും ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ത്യയുമായിട്ടൊരു വ്യാപാര കരാർ ആയി എന്നും ഇന്ത്യക്കുള്ള ഇറക്കുമതി തീരുവ 25% നിന്ന് 18% കുറച്ചെന്നും ഒക്കെയുള്ള വിവരം ഇന്ത്യ അറിയുന്നത്, ഇന്ത്യൻ ജനത അറിയുന്നത്, പാർലമെൻറ്റിലെ അംഗങ്ങൾ അറിയുന്നത് പോലും അത് തിങ്കളാഴ്ച അർദ്ധരാത്രിയോടുകൂടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ വഴി അത് പ്രഖ്യാപിക്കുമ്പോഴാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് സകല മാധ്യമങ്ങളും അത് ട്രംപ് പറഞ്ഞു, ഇന്ത്യ അറിഞ്ഞു എന്നുള്ള നിലയ്ക്കൊക്കെ വലിയ രീതിയിൽ ഇന്ത്യ കീഴ്പ്പെട്ടു പോയി, സ്വന്തം വിധേയൻ ആണ് ഇന്ത്യ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വിധേയനായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വലിയ വിമർശനങ്ങളൊക്കെ ഉയരുകയുണ്ടായി. അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത് പ്രഖ്യാപിക്കുമ്പോഴാണ് ഈ കരാറിനെക്കുറിച്ച് തന്നെ ലോകം അറിയുന്നൊരവസ്ഥ വരുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നാലെയാണ് പിന്നെ സാമൂഹ്യ മാധ്യമമായിട്ടുള്ള Xൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രതികരണവുമായിട്ട് എത്തുകയും പിന്നെ പിഴച്ചുങ്കം കുറച്ചതിൽ ട്രംപിനോട് നന്ദി പറയുകയൊക്കെ ചെയ്തത്. പക്ഷെ അങ്ങനെ ചെയ്തപ്പോൾ പോലും വ്യാപാര കരാറിൻ്റെ കാര്യത്തിൽ ഒരൊറ്റ വാക്കുപോലും മുന്നോട്ട് വയ്ക്കുകയുണ്ടായില്ല, മിണ്ടുകയുണ്ടായില്ല നരേന്ദ്രമോദി. മറ്റൊരു കാര്യം, റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തും എന്ന് മോദി ഉറപ്പ് നൽകിയതായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ആ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല താനും. അപ്പോൾ ഒരു ഭാഗത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ തീരുമാനമെടുത്ത് ഉത്തരവ് പുറപ്പെടുവിക്കുന്ന പോലെ വരുന്നു. ഇന്ത്യ അതിനോട് പ്രതികരിക്കാതെ മിണ്ടാതെ ഇരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ വരുന്നു. അപ്പോൾ ഇനി മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ, റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇന്ത്യ വാങ്ങുന്നത് നിർത്തും എന്നുള്ള കാര്യം തങ്ങളെ അറിയിച്ചിട്ടില്ല എന്നാണ് റഷ്യ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നത്, വ്യാപാര കരാർ ആയി എന്നുള്ള വിവരം ജനങ്ങൾ അറിയുന്നത് ഇന്നലെ അർദ്ധരാത്രിയോടെ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ മാത്രമാണ്.
അതിൻ്റെ പിന്നാലെയാണ് തീരുവയുടെ കാര്യത്തിൽ പ്രതികരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഇതിൽ എക്സിൽ പ്രതികരിച്ചത്. പക്ഷേ അപ്പോൾ പോലും കരാറിനെക്കുറിച്ച് ഒറ്റക്ഷരം മിണ്ടിയില്ല. രണ്ടാമത്തെ കാര്യം, പാർലമെൻറ്റിനെ പോലും ലോക്സഭയെ പോലും രാജ്യസഭയെ പോലും അറിയിക്കാതെയാണ് ഈ നീക്കം നടത്തിയത് എന്നുള്ളതാണ്. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഒക്കെ പാർലമെൻറ്റ് ചേർന്നെങ്കിലും സർക്കാർ ഈ വിഷയത്തിൽ മൗനം പാലിച്ചു എന്നുള്ളത് കുറ്റകരമായിട്ടുള്ള ഒന്നായിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇന്നലത്തെ വൈകിട്ടത്തെ വാർത്താ സമ്മേളനം നോക്കുകയാണെങ്കിൽ കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ ഇക്കാര്യം ആദ്യമായിട്ട് സ്ഥിരീകരിച്ചു. കരാറിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും വിശദീകരിച്ചില്ല. മാധ്യമപ്രവർത്തകർക്ക് ചോദ്യം ചോദിക്കാൻ അവസരം നൽകുകയും ചെയ്തില്ല. അങ്ങനെ 20 മണിക്കൂർ തുടർച്ചയായിട്ടുള്ള മൗനം, അതിനുശേഷമാണ് കേന്ദ്രത്തിൻ്റെ സ്ഥിരീകരണം വന്നത് എന്നുള്ളത്. അത് ട്രംപ് പറഞ്ഞിട്ട് വേണം ഇന്ത്യക്ക് കാര്യങ്ങൾ അറിയാൻ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ള വലിയ വിമർശനം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. അതിനിടയിലാണ് 3-ാം ദിനവും ബഹളത്തിൽ നിന്ന് മുങ്ങിയത് പാർലമെൻറ്റ്. ഇതിന് 15 മിനിറ്റ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ. പാർലമെൻറ്റ് വീണ്ടും ചേരുന്നതിന് വേണ്ടി ഉച്ചയ്ക്ക് 12 മണിക്ക് പാർലമെൻറ്റ് ലോക്സഭ വീണ്ടും ചേരും. माननीय अध्यक्ष महोदय, उत्तर सभा पर रखा है। माननीय अध्यक्ष जी, भारत सरकार ने गरीब कल्याण योजना में बहुत अच्छा काम किया है। मेरा आपके माध्यम से मंत्री जी से केवल एक प्रश्न है कि इसको इफेक्टिव करने के लिए गरीबों तक कोई लूप होल्स नहीं हो, उसके लिए भारत सरकार क्या प्रयास कर रही है?